ജൂൺ 18 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധരായ മാർക്കസും മർസലിനൂസും, വിശുദ്ധ അലേന, വിശുദ്ധ അമാന്തൂസ്, വിശുദ്ധ കല്ലോജെരൂസ്, വിശുദ്ധ ഗ്രിഗറി, വിശുദ്ധ സിറിയാക്കുസ് പൗല, വിശുദ്ധ എലിസബത്ത്. വിശുദ്ധരായ മാർക്കസും മർസലിനൂസും 286 ആണ്ടിലാണ് ഈ വിശുദ്ധർ ജീവിച്ചിരുന്നത്. റോമിലെ ഒരു പ്രസിദ്ധ കുടുംബത്തിൽ ജനിച്ച ഇരട്ട സഹോദരന്മാരാണ് മാർക്കസും മർസലിനൂസും. യൗവനത്തിൽ അവർ ക്രിസ്തുമതം ആശ്ലേഷിച്ചു. അവർ വിവാഹിതരുമായി. 284 ക്രിസ്തുമത മർദ്ദക പ്രവീണനായ ഡയോക്ലേഷ്യൻ വാഴ്ച ആരംഭിച്ചത്. അദ്ദേഹം സ്വന്തമായി ഒരു മതപീഡനം വിളംബരം പ്രസിദ്ധം ചെയ്തിരുന്നുവെങ്കിലും പൂർവ്വ വിളംബരങ്ങളെ അടിസ്ഥാനപ്പെടുത്തി മതപീഡനം ഉഗ്രമായി നടത്തി. ഇവരെ രണ്ടുപേരെയും ജയിലിലടയ്ക്കാൻ ഗവർണർ ക്രൊമേഷ്യസ് ആജ്ഞാപിച്ചു. സ്നേഹിതർ അവരുടെ വധം 1 മാസത്തേക്ക് നീട്ടിവയ്പ്പിച്ചു. അവരെ നിക്കോസ്ത്രാറ്റൂസിന്റെ വീട്ടിലേക്ക് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തു. അവരുടെ വിജാതീയ പിതാക്കന്മാരും ഭാര്യമാരും കൈക്കുഞ്ഞുങ്ങളും വന്ന് അവരോട് മരിക്കാതിരിക്കാൻ അഭ്യർത്ഥിച്ചു. ചക്രവർത്തിയുടെ അംഗരക്ഷക സൈന്യത്തിലെ ഒരംഗമായിരുന്ന വിശുദ്ധ സെബാസ്റ്റ്യൻ ദിനംപ്രതി ഇവരെ സന്ദർശിച്ചു. രക്തസാക്ഷിത്വത്തിന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. ഈ കോൺഫറൻസുകളുടെ ഫലമായി നിക്കോസ്ത്രാറ്റൂസും ഗവർണർ ക്രൊമേഷ്യസും മാതാപിതാക്കന്മാരും ഭാര്യമാരും മാനസാന്തരപ്പെടുകയാണുണ്ടായത്. അവർ ഗ്രാമപ്രദേശങ്ങളിലേക്ക് മാറി താമസിച്ചു. കാസ്റ്റുലൂസ് എന്ന ഒരു ക്രിസ്തീയ ഉദ്യോഗസ്ഥൻ മാർക്കസിനെയും മർസലൂസിനെയും രാജകൊട്ടാരത്തിൽ തന്നെ ഒളിപ്പിച്ചു. അവിടെ അവർ താമസിച്ചു. ഡോർക്വാറ്റൂസ് എന്ന ഒരു മതത്യാഗി ഇവരെ ഒറ്റിക്കൊടുത്തു. ക്രൊമേഷ്യസിന് പകരം വന്ന ഫാബിയൻ ഈ 2 രക്തസാക്ഷികളെ 2 തൂണുകളിന്മേൽ ആണി തറച്ചിട്ടു. പിറ്റേ ദിവസം കുന്തം കൊണ്ട് കുത്തിക്കൊന്നു. ഇന്നേ ദിവസം നമുക്കിങ്ങനെ വിചിന്തനം ചെയ്യാം. യഥാർത്ഥ സുഹൃതം ഗ്രഹിക്കാനുള്ള ഉരകല്ല് മർദ്ദനമാണ്. വിശുദ്ധ ബെർണാർഡ് പറയുന്നു, ആരാണ് കൂലിക്കാരനെന്നും ആരാണ് യഥാർത്ഥ ഇടയനെന്നും വ്യക്തമാക്കുന്നത് പീഡനമാണ്.